നമ്മൾ നിത്യവും കാണുകയും എന്നാൽ അങ്ങനെ ശ്രദ്ധിക്കാതെയും പോകുന്ന ഒരു രസകരമായ ഒരു വാർത്തയിലേക്കാണ്. നിരവധി കാഴ്ചകൾ നമുക്ക് ചുറ്റും കടന്നു പോകാറുണ്ട് എങ്കിൽ പോലും നമ്മൾ ചിലതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇതിങ്ങനെയായത് എന്ന് അപൂർവമായി മാത്രമാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ സ്കൂൾ ബസ്സിനെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. സ്കൂൾ ബസ്സിന് എന്തുകൊണ്ടാണ് ഈ മഞ്ഞ നിറം ഉണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം രസകരമാണ്. പലരും അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടാവും. അതിൻ്റെ ഉത്തരവും രസകരമായി അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സ്കൂൾ ബസ്സിന് മഞ്ഞ നിറം എന്നുള്ളത്? അതിൻ്റെ സാഹചര്യമാണ് നമുക്ക് ഇനി പരിശോധിക്കേണ്ടത്. നോക്കാം, എന്തുകൊണ്ടാണ് ലോകത്തെമ്പാടുമുള്ള സ്കൂൾ ബസ്സുകൾക്ക് ഇങ്ങനെ മഞ്ഞ നിറം നൽകിയിട്ടുള്ളത് എന്നതിൻ്റെ രസകരമായ സംഭവവികാസം കൂടി നോക്കാം. ഇത് ശരിക്കും ആദ്യ ഘട്ടങ്ങളിൽ യൂറോപ്പിലാണ്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥ വ്യത്യസ്തമാണ്. മഞ്ഞ്, മറ്റ് നേരിയ മഞ്ഞ് മഴകൾ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ നമ്മുടെ പ്രദേശത്തു നിന്നുള്ളൊക്കെ വ്യത്യസ്തമായി സ്കൂൾ സമയ ക്രമീകരണത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. പുലർച്ചെ തന്നെ സ്കൂൾ തുടങ്ങുകയും വൈകുന്നേരത്തിന് മുൻപ് തന്നെ സ്കൂൾ സമയം അവസാനിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് അവിടങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പുലർച്ചെ പോകുമ്പോൾ സ്കൂളിലേക്ക് പോവുക എന്നുള്ളതാണ്. അത് മാനസികമായി കൂടി കുട്ടികൾക്ക് ബുദ്ധിപരമായി കൂടി കുട്ടികൾക്ക് ഉണർവ് നൽകുന്നതിൻ്റെ ഒരു ഘട്ടം എത്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അങ്ങനെയൊക്കെ അത് ഷെഡ്യൂൾ അവർ ക്രമീകരിച്ചിരുന്നത്. അപ്പോൾ ഈ പുലർച്ചെ പോകുമ്പോൾ മഞ്ഞിലോ മറ്റ് കാലാവസ്ഥ പ്രതികൂലമായാലോ ഇത് പെട്ടെന്ന് വാഹനങ്ങളെ കാണാൻ കാണുമായിരുന്നില്ല. അങ്ങനെ അപകടങ്ങളിലേക്കൊക്കെ എത്തും എന്ന വലിയ ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഈ സ്കൂൾ ബസ്സുകൾക്ക് പൊതുവെ ഒരൊറ്റ നിറത്തിലേക്ക് എത്തുക എന്ന ചിന്തയിലെത്തിയത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു എന്ന്. നോക്കൂ, മഞ്ഞും ചാറ്റൽ മഴയും ഈ കാഴ്ചപരിധി കുറയ്ക്കും. സ്കൂൾ ബസ്സുകൾ അങ്ങനെ നിരന്തരമായി അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. അമേരിക്കയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്നുള്ളതാണ്. നോക്കൂ, അതിനുശേഷമാണ് എന്തുകൊണ്ട് ഇതിന് ഒരു ഏകീകൃതമായ ഒരു കളർ നമുക്ക് ഉൾപ്പെടുത്തിക്കൂടാ എന്ന ചിന്ത ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ പോംവഴി തേടി 1939 ഒരു സമ്മേളനം വിളിച്ചു. നയിച്ചത് ഡോക്ടർ ഫ്രാങ്ക് W. സീറാണ്. അദ്ദേഹം കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. സമ്മേളനത്തിനൊടുവിൽ ഇങ്ങനെ പ്രത്യേക മഞ്ഞ നിറം എന്ന അംഗീകാരം, അല്ലെങ്കിൽ ഇങ്ങനെ മഞ്ഞ നിറത്തിൽ സ്കൂൾ ബസ്സുകൾ തയ്യാറാക്കാം, അതിൻ്റെ ബസ്സുകളുടെ നിറം മഞ്ഞയാക്കാം എന്നൊരു തീരുമാനത്തിൽ അവർ എത്തുകയായിരുന്നു. അത് ഒരർത്ഥത്തിൽ വിപ്ലവകരമായൊരു തീരുമാനം കൂടിയായിരുന്നു. ഈ മഞ്ഞ സ്കൂൾ ബസ്സിൻ്റെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ നിലവിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മഞ്ഞ നിറം കൊടുക്കും എന്നുള്ളത് ഇപ്പോൾ പലതരത്തിലുള്ള മഞ്ഞയിൽ തന്നെ വിവിധ തരത്തിലുള്ള വിഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ ഓറഞ്ചിൻ്റെ മഞ്ഞയും ചെറുനാരങ്ങയുടെ മഞ്ഞയും ചേർന്ന തരത്തിലുള്ളൊരു പ്രത്യേക കളർ, അത് ശരിക്കും പഴുത്ത മാമ്പഴത്തിൻ്റെ കളറാണ്. അങ്ങനെ ആയിരിക്കണം എന്ന പൊതു അഭിപ്രായം ഉയർന്നു വന്നു. അങ്ങനെയാണ് ഈ മഞ്ഞ നിറം എന്നുള്ളതിലേക്ക് എത്തുകയും ഈ നിറം നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഏറെക്കുറെ ലോകത്തെമ്പാടും ഉള്ള സ്കൂളുകൾക്ക് ഇതേ നിറം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, ഇതേ നിറം തന്നെയാണ് പിന്തുടരുകയും ചെയ്യുന്നത്. നമുക്ക് ചുറ്റും കാണുന്ന, ഇവിടെ കേരളത്തിലും നമ്മുടെ ചുറ്റും ഒക്കെ കാണുന്ന സ്കൂൾ ബസ്സുകൾക്കും ഇതേ നിറം തന്നെയാണ്. ഒരുപക്ഷെ നമുക്ക് ചുറ്റും കാണുന്ന ഈ കാഴ്ചകളിൽ എന്തൊക്കെയോ രസകരമായ ചില അന്വേഷണങ്ങളുടെ വസ്തുതയിലേക്ക് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് ഇത് എന്നത് മാത്രമാണ്